ഓക്കെ, യെസ്. എക്സാം നടന്നിട്ട് ഫുൾ മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്? ഒന്ന് കൈവീശി കാണിക്കോ. 15-ൽ 15 കിട്ടിയവർ കുറച്ച് പേരുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളി. ഇന്നിട്ട ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷേ ഇന്നലെ പഠിച്ചതിൻ്റെ സെയിം കണ്ടന്റ് ആണ്. ആ സാധനങ്ങൾ മര്യാദക്ക് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇന്ന് 15 കിട്ടിയ ആൾക്കാർക്ക് ഫൈനൽ എക്സാമിന് 4 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും ഈ ചാപ്റ്ററിൽ നിന്നുള്ള. ഷുവർ, വേറെ തെറ്റില്ല. അപ്പോൾ അതിന് ഒന്നും കൂടെ ആ സാധനങ്ങളൊന്ന് വായിച്ച് സെറ്റായാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇന്നലെ നിർത്തി കൊടുത്തുനിന്ന് തുടങ്ങാം. അപ്പോൾ മക്കളാരും ഇടയിൽ ലീവായി പോരുത്. ഇന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്റ്റീരിയോ ഐസോമറിസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ വെർണേഴ്സ് കോർഡിനേഷൻ തിയറിയിലെ ഒരു 3-4 പോസ്റ്റുലേറ്റ്സ് പഠിക്കണം. പറ്റിയാൽ വാലൻസ് ബോണ്ട് തിയറി ജസ്റ്റ് ഒന്ന് തുടങ്ങാം. പക്ഷേ ചിലപ്പോൾ ടൈം കിട്ടില്ല, കാരണം ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളത് പഠിച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ക്ലാസ് കഴിയാനുള്ള ടൈം. അപ്പോൾ ഇച്ചിരി സമയത്തിൽ അത് തുടങ്ങിയിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ലാസ്റ്റത്തെ ഏതെങ്കിലും ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് പഠിക്കാൻ നോക്കാം, വെറുതെ തിയറി മാത്രമുള്ള ടോപ്പിക്ക്. ഓക്കേണോ? ഉഷാറില്ല എല്ലാവരും? അപ്പോൾ നോട്ട്ബുക്ക് കയ്യിലെടുക്കണം. നമുക്ക് വരച്ച് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഇനിയുള്ളത്. അതുകൊണ്ട് അത് വരച്ച് തന്നെ പഠിക്കണം. ടീച്ചർമാർ ചോദിക്കുമ്പോൾ വരച്ച് കാണിക്കാൻ പറയണത് വരച്ച് തന്നെ കാണിക്കാൻ വേണം കേട്ടോ. നന്നായിട്ട് തന്നെ ചെയ്തോളണം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നലെ സ്ട്രക്ചറൽ ഐസോമറിസം കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അതാണ് ഇന്ന് പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റീരിയോ ഐസോമറിസം ആണ്. സ്റ്റീരിയോ ഐസോമറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിന്, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ചുറ്റുമുള്ള ലിഗൻഡിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ഐസോമറിസത്തിനാണ് സ്റ്റീരിയോ ഐസോമറിസം എന്ന് പേര് വിളിക്കുക. 2 ടൈപ്പ് സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട്. ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ട്, ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോമെട്രിക്കൽ ഐസോമറിസം ആണ്. അതിന് വേറൊരു പേരും കൂടി ഉണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സിസ് ട്രാൻസ് ഐസോമറിസം. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ നോക്കിയിട്ട് സിസിന്റെയും ട്രാൻസിന്റെയും ഡെഫിനിഷൻ പഠിച്ചോളണം. ലിഗൻസ് അഡ്ജസന്റ് ആയിട്ട് വൺ അനദർ അഡ്ജസന്റ് ആയിട്ട് ഒക്യുപ്പൈ ചെയ്യുന്നതിനാണ് സിസ് ഐസോമറിസം എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ഒക്യുപ്പൈ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ് ഐസോമറിസം അല്ലെങ്കിൽ ട്രാൻസ് ഫോം എന്ന് വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾസ് നമുക്കൊന്ന് വരച്ചു നോക്കാം. സ്ക്വയർ പ്ലാനർ കോംപ്ലക്സസ്. അപ്പോൾ എൻ്റെ മക്കൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് വരയ്ക്കാൻ പറയുമ്പോൾ നമുക്ക് ബേസിക്കലി അത് വരയ്ക്കാനുണ്ടാവേണ്ട ഐഡിയ, ഞാൻ ആക്ച്വൽ മോളിക്യൂൾസിനെ വെച്ചല്ല വരയ്ക്കണം, ജസ്റ്റ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. സെൻട്രൽ ആറ്റത്തിനെ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് 4 വര ഇത് ഇങ്ങനെ വരയ്ക്കുക, ശരിക്കും നമ്മുടെ നോട്ട്ബുക്കിൻ്റെ 4 മൂല പോലെ. എന്നിട്ട് ലിഗൻഡുകളെ നമുക്ക് ഈ 4 ഭാഗത്തായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സുകളെ എപ്പോഴും റെപ്രസെന്റ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ നമുക്ക് സ്ക്വയർ പ്ലാനറിലെ സിസ് ട്രാൻസ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കാൻ പോകുന്ന മോളിക്യൂളുകളുടെ പ്രത്യേകത, മെറ്റൽ ആറ്റത്തിൻ്റെ ഒപ്പം 2 ലിഗൻഡുകൾ ഉണ്ടാവും. ഓക്കെ, ആ 2 ലിഗൻഡുകൾ, ഒരാളെ ഞാൻ എ എന്നും ഒരാളെ ഞാൻ ബി എന്നും റെപ്രസെന്റ് ചെയ്താൽ ആ 2 ലിഗൻഡുകളും 2 എണ്ണം വെച്ചിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള സ്ക്വയർ പ്ലാനർ കോംപ്ലക്സുകളിലാണ് നമുക്ക് സിസ് ട്രാൻസ് ഐസോമറിസം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഫോർമുല അനുസരിച്ചിട്ടുള്ള ഒരു പടം ഞാൻ അടിയിൽ വരയ്ക്കാം. PT NH3 എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ്. അപ്പോൾ ശരിക്കും ഇയാളുടെ ഫോർമുല വരുന്നത് PT NH3 Cl2. ഇയാളാണ് ഞാനിപ്പോൾ താഴെ വരച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബി എന്ന ആളെ ബേസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ ഈ ജനറൽ ഫോർമുലയിൽ ബി എന്ന ആളെ ബേസ് ചെയ്തിട്ട് ഇവിടെ ബി ആയിട്ട് നിൽക്കുന്നത് ക്ലോറിൻ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയ മക്കളെ, ഇവിടെ ക്ലോറിനുകൾ 2 എണ്ണം അഡ്ജസൻ്റ് ആയിട്ട് അടുത്തടുത്താണ് വരുന്നത്. അപ്പോൾ സെയിം ലിഗൻഡ് അടുത്തടുത്തുള്ള പൊസിഷൻ ഒക്യുപ്പൈ ചെയ്താൽ ആ ഐസോമറിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ്, അല്ലെങ്കിൽ ആ ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിസ് ഫോം. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ ട്രാൻസ്ഫോം വരയ്ക്കാം. ട്രാൻസ്ഫോമിന്റെ പ്രത്യേകത, ഇതേ ബി എന്ന് പറഞ്ഞ സെയിം ആള് അടുത്തടുത്ത് വരില്ല, അഡ്ജസന്റ് വരില്ല. അതിന് പകരം അത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരാ. PT NH3, ഇവിടെ ഒരു Cl, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അടുത്ത Cl, ഇപ്പുറം NH3. ഇങ്ങനെ ഉള്ള ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോം. ഓക്കെ, അപ്പോൾ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സുകളിൽ Ma2B2 എന്ന് പറഞ്ഞ നോർമൽ ഫോമുലയിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ M എന്നുള്ളത് മെറ്റൽ ആറ്റമാണ്, A എന്ന് പറയുന്നത് ഒരു ലിഗൻഡാണ്, B എന്ന് പറയുന്നത് ഒരു ലിഗൻഡാണ്. അതിലൊരു ലിഗൻഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സിസ് ട്രാൻസ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. നമ്മളിവിടെ ക്ലോറിനെ ബേസ് ചെയ്തിട്ടാണ് വരച്ചേക്കുന്നത്. അഡ്ജസന്റ് വരുന്നത് സിസ്, ഓപ്പോസിറ്റ് വരുന്നത് ട്രാൻസ്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിക്കുമോ? പറഞ്ഞത് മനസ്സിലായോ മക്കൾക്ക്? ബുദ്ധിമുട്ടില്ലല്ലോ? യെസ്. അപ്പോൾ അതിന്റെ ബേസിക് ഫോം വരയ്ക്കേണ്ടതാണ് ഞാൻ ഈ മുകളിൽ വരച്ച് വെച്ചേക്കുന്നത്. ഒരു നോട്ട്ബുക്കിന്റെ 4 മൂലയും നടുക്ക് ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം എന്നുള്ള രീതിയിലാണ് നമ്മളിത് വരച്ചു കൊണ്ടത്. അപ്പോൾ മെറ്റീരിയലിലെ എക്സാമ്പിൾ ഉണ്ട്, അത് വരച്ച് പഠിക്കണം. ടീച്ചർമാർ ചോദിക്കുമ്പോൾ അത് വരച്ച് കാണിക്കാൻ വേണം. നെക്സ്റ്റ്
സ്ക്വയർ പ്ലാനർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കോംപ്ലക്സ് ആണ് ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ്. ഒക്ടാഹീഡ്രലിന്റെയും ആദ്യം തന്നെ ഞാൻ ബേസിക് സ്ട്രക്ചർ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ബേസിക് സ്ട്രക്ചർ വരച്ച് കാണിച്ചു തരാം. ഒക്ടാഹീഡ്രൽ എപ്പോഴും വരയ്ക്കേണ്ടത് ഇത് സെൻട്രൽ മെറ്റൽ ആറ്റം ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നേരത്തെ നോട്ട് ബുക്ക് വരച്ച പോലെ 4 മൂല വരയ്ക്കാം. ഓക്കെ, പിന്നെ അത് കൂടാതെ മുകളിലേക്കും താഴത്തേക്കും 2 വര വരയ്ക്കാം. ഇങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് ഒക്ടാഹീഡ്രൽ എന്ന് പറയുക. അപ്പോൾ 6 ലിഗൻഡ് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ 6 ലിഗൻഡിന് ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ 6 സ്പേസ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി പോയാണ്. ബി 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 2 ലിഗൻഡ് വേറെ. അപ്പോൾ ഇങ്ങനെ 6 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് നമുക്ക് ഈ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിനകത്ത് കാണാൻ പറ്റും. ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിൽ 2 ടൈപ്പ് കോംപ്ലക്സുകളുടെ ഡയഗ്രാം നമുക്ക് വരയ്ക്കണം. ശ്രദ്ധിച്ച് കേട്ടിരുന്നോളുന്നത്, അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. ഫസ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോണത് MA4B2 എന്ന വിഭാഗക്കാരാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത 2 ലിഗൻഡ് ആണുള്ളത്. എ എന്ന് പറഞ്ഞ ലിഗൻഡ് 4 എണ്ണം ഉണ്ടാവും, ബി എന്ന് പറഞ്ഞ ലിഗൻഡ് 2 എണ്ണം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒക്ടാഹീഡ്രൽ കോംപ്ലക്സുകളുടെ സ്ട്രക്ചർ എങ്ങനെ വരുന്നതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ വരയ്ക്കുന്നത് കൊബാൾട്ട് NH3 4Cl2 എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് ആണ്. അപ്പൊ നോക്കിയേ, സെൻട്രൽ മെറ്റൽ ആറ്റം CO. നേരത്തെ ഞാൻ വരച്ച അതേപോലെ തന്നെ ഒക്ടാഹീഡ്രൽ സ്ട്രക്ചർ ഞാനിവിടെ ഡെവലപ്പ് ചെയ്യണം. നോക്കി 6 എണ്ണം വരച്ച് ഞാൻ അതിനകത്ത് ക്ലോറിൻ 2 എണ്ണം ഇവിടെ, ബാക്കി NH3 മൊത്തം നമ്മൾ ബാക്കി സ്പേസിൽ വരയ്ക്കും. അപ്പോൾ നമ്മളിവിടെ സിസ് ഫോമും ട്രാൻസ്ഫോമും പറയണം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ബീനെ ബേസ് ചെയ്തിട്ടാണ് സിസ് ഫോമും ട്രാൻസ്ഫോമും പറയുന്നത്. അപ്പോൾ ബി ഇവിടുത്തെ ക്ലോറിൻ ആണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ക്ലോറിൻ ആറ്റങ്ങൾ 2 എണ്ണം അഡ്ജസന്റ് ആയിട്ട് അടുത്തടുത്തായിട്ടാണ് നിലകൊള്ളുന്നത്. അങ്ങനെ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിൽ ഇപ്പോൾ ഈ സൈഡ് തന്നെ ആവണമെന്നില്ല, ഇപ്പുറത്തെ സൈഡാണ് ക്ലോറിൻ ആറ്റം എന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂസ്. അടുത്തടുത്ത് 2 ക്ലോറിൻ ആറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്തടുത്ത് 2 ലിഗൻഡുകൾ വന്നു കഴിഞ്ഞാൽ അത് ഒക്ടാഹീഡ്രലിലെ സിസ് ഫോം ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി അതിന്റെ ട്രാൻസ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. ട്രാൻസ് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ക്ലോറിൻ എടുത്ത് നേരെ ഓപ്പോസിറ്റ് വരച്ച് വയ്ക്കുക. സിമ്പിൾ പരിപാടി. അപ്പോൾ അതിന്റെ ട്രാൻസ്ഫോം നമുക്ക് വരയ്ക്കാം. ഒരു ക്ലോറിൻ ഇവിടെ, ഒരു ക്ലോറിൻ ഇവിടെ, ബാക്കി NH3കളൊക്കെ നമ്മൾ അതിൻ്റെ 4 ഭാഗത്തുമായിട്ട് വരയ്ക്കും. ഇതാണ് ഒക്ടാഹീഡ്രലിലെ ട്രാൻസ്ഫോം വരുന്നത്. ഓക്കെ, അപ്പോൾ സിസ് ഇങ്ങനെയും വരും, ട്രാൻസ് ഇങ്ങനെയും വരും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ മക്കളെ? ഡൺ, സെറ്റ്, യെസ്. അപ്പോൾ ഒക്ടാഹീഡ്രൽ കോംപ്ലക്സുകളിലെ സിസ് ട്രാൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നമ്മൾ വരച്ചത്. ഇനി അതിലെ അടുത്ത ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. അതാണ് കുറച്ച് കൺഫ്യൂഷൻ ആവാൻ സാധ്യത ഉള്ളത്. അത് നമ്മുടെ എത്തിലീൻ ഡയമീൻ പോലെയുള്ള എന്താ പറയുക, ബൈഡൻഡേറ്റ് ആയിട്ടുള്ള ലിഗൻഡുകൾ വരുന്ന സമയത്ത് ഇതേ ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചു വരയ്ക്കണം. അപ്പോൾ ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്ന എക്സാമ്പിൾ ഇതാണ്. CO EN twice Cl twice എന്ന് പറഞ്ഞ മോളിക്യൂൾ. അപ്പോൾ ഇതിൻ്റെ ഫോർമുല വന്നത് MA2B2 എന്ന് തന്നെയാണ്. അപ്പോൾ ഈ എന്റെ പ്രത്യേകത അത് ബൈഡൻഡേറ്റ് ആയിട്ടുള്ള ലിഗൻഡ് ആണ്. ഇങ്ങനത്തെ ഒരു ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ആണ് ഞാനിപ്പോൾ വരച്ച് കാണിക്കാൻ പോകണം. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിരുന്നു കേട്ടോ. സെൻട്രൽ മെറ്റൽ ആറ്റം ഒക്ടാഹീഡ്രൽ ആയതുകൊണ്ട് ഒക്ടാഹീഡ്രലിൻ്റെ സ്ട്രക്ചർ ഞാനിവിടെ വരച്ചു. അപ്പോൾ ഞാനിത് ആദ്യം വരയ്ക്കാൻ പോകുന്നത് അതിൻ്റെ സിസ് ഫോം ആണ്. ക്ലോറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ സിസ് ഫോം വരയ്ക്കുന്നത്. അപ്പോൾ ക്ലോറിൻ 2 എണ്ണം ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി അടുത്തത് ബാക്കി സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ പോണ ലിഗൻഡ് EN എന്ന് പറഞ്ഞ ആളാണ്. EN നമുക്കറിയാം ഈഥെയ്ൻ 1,2 ഡയമീൻ ആണ്. EN എന്ന് പറയുന്നത് അയാൾ ബൈഡൻഡേറ്റ് ആണ്. 2 ഡോണർ ആറ്റം അതിനകത്തുണ്ട്. അപ്പോൾ 2 EN നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് വരയ്ക്കേണ്ട ഇങ്ങനെയാണ്. നോക്കിയേ, ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ബാക്കി സ്ലോട്ടുകളുണ്ട്, അതിനെ ഞാനൊന്ന് ഇങ്ങനെ കണക്ട് ചെയ്യാണ്. എന്ന് വെച്ചാൽ ഒരു EN വരുമ്പോൾ 2 സ്ഥലത്ത് നിന്ന് അത് പോയിട്ട് സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ 2 സൈഡിലും EN ഞാനൊന്ന് ഇതിങ്ങനെ വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ചരിഞ്ഞ് പറക്കണ തുമ്പിയുടെ പോലെ ഇരിക്കും സാധനം. കണ്ടോ? EN 2 എണ്ണം സൈഡിൽ വരുന്നു, ബാക്കി ക്ലോറിൻ 2 എണ്ണം മുകളിൽ വരുമ്പോൾ ക്ലോറിൻ 2 എണ്ണം അടുത്തടുത്ത് വരുന്നത് കൊണ്ട് അതിൻ്റെ സിസ് ഫോം എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എങ്ങനെയായിരിക്കും ഇതിൻ്റെ ട്രാൻസ്ഫോം വരയ്ക്കാം? ട്രാൻസ്ഫോം വരയ്ക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇവിടുത്തെ ക്ലോറിനെയാണ്. കാരണം അവന്മാർ 2 പേരും ഓപ്പോസിറ്റ് ആയിട്ട് വന്നു. അപ്പം അതേപോലെ തന്നെ ഞാൻ സ്ട്രക്ചർ എടുക്കുകയാണ്. ക്ലോറിൻ മുകളിലും താഴെയും ഓപ്പോസിറ്റ് ആയിട്ട് വന്നു. ഇനി ബാക്കിയുള്ള സ്ലോട്ട് അതേപോലെ തന്നെ ഞാനൊന്ന് വരയ്ക്കണേ.
ഇനി ഇവിടെ നമുക്ക് എത്തിലീൻ ഡൈയമീനെ ഫില്ല് ചെയ്യാം. ഇപ്പോൾ നോക്കിയേ, ചരിഞ്ഞ് പറക്കണ തുമ്പി നേരെ പറക്കണ തുമ്പിയുടെ പോലെ. ഈ സാധനമാണ് അതിൻ്റെ ട്രാൻസ് ഫോമായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം ഒക്ടാഹൈഡ്രൽ സ്ട്രക്ചർ അതേപോലെ തന്നെ വരയ്ക്കുക. അതിൽ എത്തിലീൻ ഡയമീൻ വരുന്ന സമയത്ത് എത്തിലീൻ ഡയമീനുള്ള പ്രത്യേകത അതൊരു സ്ലോട്ട് അല്ല എടുക്കുക, 2 സ്ലോട്ട് എടുക്കും. കാരണം 2 ഭാഗത്തുനിന്ന് അയാൾക്ക് സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അയാളെ വരയ്ക്കുന്ന സമയത്ത് ആ 2 സ്ലോട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ വേണം അയാളെ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് സ്ട്രക്ചറിൽ ഇങ്ങനെ ഒരു വേരിയേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഇതതിൻ്റെ സിസ് ഫോമും ഇപ്പുറം വരച്ചിരിക്കുന്നത് അതിൻ്റെ ട്രാൻസ് ഫോമുമാണ്. ഇത് ചുമ്മാ ബുക്കിൽ നിന്ന് വരച്ചെടുത്തു കഴിഞ്ഞാൽ എനിക്ക് സംശയം വരും. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും ഇതുപോലെ ഒന്ന് എഴുതി വരച്ച് കാണിച്ചു തരുന്നത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിക്കോ? വരയ്ക്കേണ്ട ഐഡിയ കിട്ടിയോ? യെസ്, ഓൾറെഡി ചാപ്റ്റർ ഇത്രയെങ്കിലും പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇതിന്റെ നല്ല ധാരണ ഉണ്ടാവും. ആദ്യമായിട്ട് കേൾക്കണവർ, ഇന്നലെ ഒന്നും പഠിക്കാത്തവർ കിളി പോയവരിക്കും, അതിലൊന്നും ചെയ്യാനില്ല. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. നെക്സ്റ്റ്, അപ്പൊ നമ്മുടെ സിസ് ട്രാൻസ് ഐസോമെറിസം കംപ്ലീറ്റ് ആയി. അടുത്തത് ഫാക് മെർ ഐസോമെറിസം. ഫാക് മെർ ഐസോമെറിസം, ഫേഷ്യൽ മെറിഡിയണൽ ഐസോമെറിസം എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. അതിന്റെ എക്സാമ്പിൾ ഡയഗ്രാം ആണ് ഈ വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഡയഗ്രാം ഞാൻ ഒന്ന് റീഡ്രോ ചെയ്ത് എങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റ് എന്നൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരത്തെ നമ്മൾ വരച്ച പോലെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിനെ വരച്ചു. ഒക്ടാഹൈഡ്രൽ സ്ട്രക്ചറിലാണ് നമ്മൾ ഫാക് മെർ വരച്ച് റെപ്രസെന്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ NH3NO2 ആണ് നമ്മുടെ സ്ട്രക്ചറിനകത്തുള്ളത്. ഞാൻ NH3NO2 എന്നുള്ളതിന് പകരം സെൻട്രൽ മെറ്റൽ ആറ്റമായിട്ട് കണക്ട് ചെയ്യുന്ന 2 ലിഗൻഡുകൾ, ഒരാളുടെ പേര് A എന്നും ഒരാളുടെ പേര് B എന്നും ആണെന്ന് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നോക്കിയേ, ഞാനിവിടെ B എന്ന ലിഗൻഡിനെ ബേസ് ചെയ്തിട്ടാണ് ഫാക് മെർ ഐസോമെറിസം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പോണത്. അപ്പോൾ A എന്ന് പറഞ്ഞ ലിഗൻഡ് ഇത് ഇവിടെ 3 സ്ലോട്ടിൽ അവൈലബിൾ ആണ്. B എന്ന് പറഞ്ഞ ലിഗൻഡ് ഇത് ഇവിടെ 3 സ്ലോട്ടിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഞാൻ B എന്ന ലിഗൻഡ് വെച്ചിട്ടാണ് പറയണത്. ഈ B ലിഗൻഡ് ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ B ലിഗൻഡ് ഇരിക്കുന്ന ഭാഗം, ഇത് ശരിക്കും ഒക്ടാഹൈഡ്രലിന് ഒരു പ്രത്യേകതയുണ്ട്. ഒക്ടാഹൈഡ്രൽ എന്ന് പറഞ്ഞാൽ 6 സൈഡുകളാണ്, പക്ഷെ 8 ഫേസുകളാണ്, 8 മുഖങ്ങളുണ്ട് ഇതിന്. അപ്പോൾ ഈ 3 ഭാഗത്ത്, അല്ലെങ്കിൽ ഇപ്പൊ മുകളിലേ ഇരിക്കുന്ന ഭാഗത്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സെയിം ലിഗൻഡ് വന്ന് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫേസിൽ നിന്ന് നോക്കുമ്പോൾ ആ ഭാഗത്ത് മൊത്തം, അല്ലെങ്കിൽ ഒരു ഫേസിൽ മൊത്തം, അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ നോക്കുമ്പോൾ ഒരു ഫേസിൽ മൊത്തം ഒറ്റ ലിഗൻഡ് മാത്രമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് കുറച്ചും കൂടി ഇമാജിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതൊരു നോട്ട്ബുക്കാണ്. ഈ നോട്ട്ബുക്കിന്റെ 4 മൂലകളാണ് ഞാനിവിടെ 2 ബിയും 2 എയും ആയിട്ട് വരച്ചേക്കണത്. എന്ന് വെച്ചാൽ ഈ 2 ബിയും ഈ 2 എയും ഈ നോട്ട്ബുക്കിന്റെ 4 മൂലകളാണ്. ഇനി ഈ നോട്ട്ബുക്കിന്റെ നടുക്ക് കൂടെ ഞാനൊരു വടി കുത്തി ഇറക്കിയിട്ട് മുകളിലും താഴെയും ഓരോ ലിഗൻഡിനെ വെച്ചേക്കെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ഈ നോട്ട്ബുക്കിന്റെ ഓരോ ജോയിന്റിൽ നിന്നും അവന്മാരെ കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്താൽ മൊത്തം 8 ഫേസസ് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ബി എന്ന് പറഞ്ഞ 3 പേര് ഇരിക്കണം കണ്ടോ, ബി എന്ന് പറഞ്ഞ 3 പേര് ഇരിക്കുക, 1 2 അതുകൂടാതെ താഴെ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കണ ഒരാൾക്ക് ഈ ഫേസിൽ മൊത്തം ബി ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ 1 2 3 ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒറ്റ ഫേസിൽ ഒരാൾ മാത്രമുള്ളതായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെ കാണിക്കുന്ന ഐസോമെറിസത്തിനാണ് നമ്മൾ ഫേഷ്യൽ ഐസോമെറിസം എന്ന് പേര് വിളിക്കുക. അതിന്റെ ഡെഫിനിഷൻ മെറ്റീരിയൽ ഉണ്ട്. ഫേഷ്യലിന്റെ വരയ്ക്കണ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഫേഷ്യൽ ഐസോമെറിസം എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കൈവീശി കാണിക്കോ? ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായ? കത്തിയോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് മെറിഡിയണൽ ഐസോമെറിസം. ഇതേപോലെ തന്നെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ സെൻട്രൽ മെറ്റൽ ആറ്റം, പിന്നെയും ഞാൻ ഒക്ടാഹൈഡ്രലിന്റെ സ്ട്രക്ചർ വരയ്ക്കുകയാണ്. മെറിഡിയണലിന്റെ പ്രത്യേകത, ഇപ്പം ഞാൻ ബി എന്ന ലിഗൻഡിനെ വെച്ചിട്ടാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നേരെ നോട്ട്ബുക്കിന്റെ ഐഡിയയിലേക്ക് തന്നെ വരാം. 1 2 3 4 മൂല, മുകളിലേക്ക് ഒരാള്, താഴത്തേക്ക് ഒരാള്. ഈ 3 മൂലകളിൽ ഏതെങ്കിലും അടുത്തുള്ള 3 എഡ്ജുകളിൽ, മുകളും താഴെ നമ്മൾ എടുക്കരുത്, 3 എഡ്ജുകളിൽ സെയിം ടൈപ്പ് ഓഫ് ലിഗൻഡുകളാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ഒരു ഇക്വട്ടോറിയൽ പൊസിഷനിൽ അല്ലെങ്കിൽ മെറിഡിയണൽ പൊസിഷനിൽ സെയിം ടൈപ്പ് ഓഫ് ലിഗൻഡ് തന്നെ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഉള്ള ഐസോമെറിസത്തിനാണ് നമ്മൾ മെറിഡിയണൽ ഐസോമെറിസം എന്ന് പേര് വിളിക്കുക. ഇപ്പോൾ ഇവിടെ ബി ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ ബികൾ മാത്രമുള്ള ഒരു മെറിഡിയൻ നമുക്കിവിടെ കിട്ടും. അത്തരത്തിലുള്ള ഐസോമെറിസത്തിനാണ് നമ്മൾ മെറിഡിയണൽ ഐസോമെറിസം എന്ന് പേര് വിളിക്കുക. അപ്പൊ 2 ടൈപ്പ് ഉണ്ട്, ഫാക്കും ഉണ്ട്, മെറും ഉണ്ട്. ഇതൊരൊറ്റ എക്സാമ്പിൾ മാത്രമേ അതിന് തരാറുള്ളൂ. നോർമലി ആ എക്സാമ്പിൾ നന്നായിട്ട് ഡ്രോ ചെയ്ത് ഫാക്കിന്റെയും മെറിന്റെയും ഐഡിയ കറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് കിട്ടണം. ക്ലിയർ ആണോ?
ഓക്കെ ആണല്ലോ മക്കളെ? യെസ്. ഫൈനലി ലാസ്റ്റ് ഒപ്റ്റിക്കൽ ഐസോമെറിസം. ഒപ്റ്റിക്കൽ ഐസോമെറിസത്തിന്റെ ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. ഒപ്റ്റിക്കൽ ഐസോമെറിസം മിറർ ഇമേജ് ആണ് that cannot be superimposed on one another. These are called enantiomers. Molecules or ions that cannot be superimposed are called chiral. അപ്പോൾ ആദ്യം സൂപ്പർ ഇമ്പോസിബിളിന്റെ ഐഡിയ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചു തരാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇത് ഒരു മീഥൈൻ മോളിക്യൂൾ ആണ്. CH4 എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ അയാളെ വരച്ചു. എന്നിട്ട് ഞാൻ ഇനി ചെയ്യാൻ പോണത് ഇയാളുടെ മിറർ ഇമേജ് എടുക്കുകയാണ്. മിറർ ഇമേജ് എന്ന് വെച്ചാൽ ഒരു കണ്ണാടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എങ്ങനെ ഇരിക്കും. അപ്പോൾ കണ്ണാടിയിൽ വെച്ചാലുള്ള ഇയാളുടെ ഡയഗ്രാം കാണാനായിട്ട് മറ്റേ ചപ്പാത്തി ദോശയൊക്കെ ചൂടുമ്പോൾ നമ്മൾ മറിച്ചിടൂല്ലേ, അതുപോലെ ഇയാൾ എടുത്തിട്ട് നേരെ ഇപ്പുറത്തോട്ടൊന്ന് മറിച്ചിടാം. മറിച്ചിടുന്ന സമയത്ത് ഈ എച്ചിരിക്കുന്ന ഭാഗം തിരിഞ്ഞ് ഇപ്പുറത്തെ ഈ മിററിന്റെ അപ്പുറത്തേക്ക് വരും. അപ്പോൾ സ്ട്രക്ചർ വന്നത് ഇത് ഇങ്ങനെ തന്നെ വരും. സെയിം തന്നെ, അല്ലാതെ മറിച്ചിട്ട് കഴിഞ്ഞാൽ വേറെ വ്യത്യാസമൊന്നും ഇയാൾക്ക് ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ ആയിരിക്കും ഇയാളുടെ മിറർ ഇമേജ് വരിക. അപ്പൊ നോക്കിയേ, ഇയാളെ ഇവിടെ നിന്ന് പൊക്കിയിട്ട് ആ മിറർ ഇമേജിന്റെ മോളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനെ നമുക്ക് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എച്ചിന്റെ മുകളിൽ എച്ച്, സിന്റെ മുകളിൽ സി, എല്ലാവരും ഒരേപോലെ തന്നെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന മിറർ ഇമേജുകളെ നമ്മൾ വിളിക്കുന്ന പേര് സൂപ്പർ ഇമ്പോസിബിൾ എന്നാണ്. ഓക്കെ, സൂപ്പർ ഇമ്പോസിബിൾ. സൂപ്പർ ഇമ്പോസിബിളിന് ഒപ്റ്റിക്കൽ ഐസോമറിസ് ആയിട്ട് ഒരു ബന്ധമില്ല. സൂപ്പർ ഇമ്പോസിബിൾ ആൾക്കാരെ കൊണ്ട് ഒപ്റ്റിക്കൽ ഐസോമറിസത്തിലൊന്നും നമുക്ക് ചെയ്യാനും പറ്റില്ല. ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജുകളാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഞാനിവിടെ എച്ച് മാറ്റിയിട്ട് CL എന്നാക്കിയെന്ന് വിചാരിക്കാം. ഞാനിവിടെ എച്ച് മാറ്റിയിട്ട് CL എന്നാക്കിയെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അയാളുടെ മിറർ ഇമേജിൽ എനിക്ക് ഇവിടെ CLഉം അപ്പർ എച്ച് ആയിട്ട് കിട്ടും. കാരണം ഇവനെ നേരെ ഇങ്ങനെ മറിച്ചിടാനുള്ള ചെയ്യുന്നത്. അപ്പൊ ഇവിടെ CLഉം അപ്പർ എച്ചും വരും. എന്നിട്ട് ഞാൻ ഇവനെ നേരെ ഇവിടെ നിന്ന് എടുത്ത് പൊക്കിയിട്ട് അപ്പുറം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ CLന്റെ ഇപ്പുറത്തെ CLന്റെ മുകളിൽ വന്ന് പതിക്കാൻ പോണത് ഇവിടെ കിടക്കണ എച്ച് ആയിരിക്കുള്ളൂ. ഓക്കെ, ഇവിടെ കിടക്കണ എച്ച് ആയിരിക്കുള്ളൂ. ഐഡിയ കിട്ടിയ? അപ്പോൾ ഇവിടെ സംഭവിക്കുക എച്ചും CLഉം വേറെ വേറെ ആയിട്ട് നിൽക്കും. അങ്ങനെയുള്ള മിറർ ഇമേജുകളാണ് നമ്മൾ cannot be superimposed എന്ന് പറയുന്നത്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്നുകൂടെ നമ്മൾ പറയും. അങ്ങനെയുള്ള ആൾക്കാരുകളെ എനാൻഷിയോമർ എന്ന് പേര് വിളിക്കും. അവരെ ആ നോൺ സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ടുള്ള അയോണുകളെ നമ്മൾ കൈറൽ എന്നുകൂടെ പേര് വിളിക്കും. കൈറൽ എന്നോ ചിറാൽ എന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ പ്രൊനൗൺസ് ചെയ്യാം. അപ്പൊ ഈ ഫിനോമിനത്തിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കുന്ന ആൾക്കാർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമറിനെ വരയ്ക്കാൻ പറഞ്ഞുള്ള ഐഡിയ, നമ്മൾ ആദ്യം അതിന്റെ ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് ഇവനെ നേരെ അങ്ങോട്ട് മറിച്ചിടാം. എന്ന് വെച്ചാൽ ഇപ്പൊ CL ഇരിക്കുന്നുണ്ട്, അവിടെ കുത്തിയിട്ട് ഇവനെ നേരെ അങ്ങോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ മിറർ ഇമേജ് കിട്ടി. എന്നിട്ട് ഈ മിറർ ഇമേജ് സൂപ്പർ ഇമ്പോസിബിൾ ആണെന്ന് അറിയാൻ ഇവനെ നേരെ പൊക്ക, അവന്റെ മേലെ കൊണ്ട് വെക്കാം. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റാത്ത പോലെ ഇരിക്കുകയാണെങ്കിൽ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. വേർതിരിച്ചറിയാൻ പറ്റണ പോലെയാണെങ്കിൽ അത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ഐഡിയ കിട്ടിയെങ്കിൽ ഒന്ന് കൈവീശി കാണിക്കോ? പറഞ്ഞത് കത്തിയാ? സെറ്റ്? പെർഫെക്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന്റെ എക്സാമ്പിൾസ് പറഞ്ഞോട്ടെ. ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന്റെ രണ്ട് ഫോമുകളുണ്ട്. 2 ഫോംസ് ആർ ഡെക്സ്ട്രോ ആൻഡ് ലീവോ. ഡെക്സ്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഡീവിയേറ്റ് ചെയ്യിക്കുന്നത്. ലീവോ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്യുന്നത്. ആ ഫോമിന്റെ ഷോർട്ട് ഫോമും റൈറ്റ് ലെഫ്റ്റിലേക്കുള്ളതെന്ന് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം. ഇത് ഒപ്റ്റിക്കൽ ഐസോമറിസത്തിന്റെ ഒരു എക്സാമ്പിൾ ഡയഗ്രം ആണ്. ഈ വരച്ചിരിക്കുന്ന സാധനം COEN 3+ എന്ന് പറഞ്ഞ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. അതിന്റെ ഡെക്സ്ട്രോ ഫോമും ലീവോ ഫോമുമാണ് വരച്ചേക്കണം. അപ്പൊ ഞാനതൊന്ന് റീഡ്രോ ചെയ്യാം. ഈ വരച്ചേക്കണ കാണുമ്പോൾ ഏതാണ്ട് നമ്മുടെ വീട്ടിലുള്ള ചാമ്പക്കേന്റെ ഷേപ്പിലാണ്. ഇതല്ല, വരയ്ക്കാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. രണ്ടും ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സുകളാണ്. ഞാൻ വരയ്ക്കുന്നത് താഴെ ഒന്ന് ശ്രദ്ധിച്ചോ. സെൻട്രൽ മെറ്റൽ ആറ്റം ഒക്ടാഹൈഡ്രൽ വരയ്ക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ഐഡിയ 6 വശങ്ങൾ ഇങ്ങനെ വരച്ചുണ്ടാവണം. ഓക്കെ അല്ലേ? ഇനി ഫസ്റ്റത്തെ ഡയഗ്രാം ഡെക്സ്ട്രോൻ്റെയാണ്. ഞാനതിൽ 3 എത്തിലീൻ ഡയമീൻ വരും. ആ 3 എത്തിലീൻ ഡയമീനെയും ഇവിടെ കണക്ട് ചെയ്ത് വരയ്ക്കണേ. 3 എത്തിലീൻ ഡയമീൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ഇതിന്റെ മിറർ ഇമേജ് ആണ് നമ്മൾ ഇപ്പുറം വരയ്ക്കാൻ പോണത്. മിറർ ഇമേജ് വരയ്ക്കുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ഭാഗമില്ലേ, ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇവനെ ഇപ്പുറത്തേക്ക് മറിച്ചിടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഭാഗം അവിടെ അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിർത്തിയിട്ട് നമ്മൾ തിരിച്ചു വേണം ഈ സാധനം വരച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നോക്കിയേ, നമ്മളുടെ ഈ മോളിൽ കാണുന്ന EN ഇല്ലേ, ഈ മോളിൽ കാണുന്ന EN അയാള് ഈ സ്പേസിലായിട്ട് വരും. ഈ സ്പേസിലായിട്ട് IN വരും. ഓക്കെ,
ഇനി ഈ കാണുന്ന ഇ എൻ എവിടേക്ക് വരും? ഇപ്പുറത്ത് മിറർ ഇമേജ് വരുമ്പോൾ ആ കാണുന്ന ഇ എൻ ആണ് ഈ സ്പേസിലായിട്ട് വരാം. ഓക്കെ, നമ്മുടെ ഈ ഇ എൻ ആണ് നേരെ ഇപ്പുറത്തെ സ്പേസിലേക്ക് വരാം. ഇതാണ് ഇയാളുടെ മിറർ ഇമേജ് വരാം. ഓക്കെ, മിറർ ഇമേജ് വരച്ചത് കത്തിയോ? പറഞ്ഞത് കിട്ടിയോ? ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം ഇവനെ നേരെ പൊക്കി ഇപ്പുറത്തുള്ള ആളുടെ മിറർ ഇമേജിന്റെ തലയെ കൊണ്ട് വെക്കണം, അല്ലെങ്കിൽ എൻ്റെ മേലെ കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രണ്ടുപേരും വേറെ വേറെ ആയിട്ട് നിൽക്കും. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അപ്പുറത്തെ സൈഡിലെ ഇ എൻ ഇവിടെ, ഇപ്പുറം ഇ എൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ രണ്ടും ഇങ്ങനെ തെറ്റി നിൽക്കും. നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ അവർ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്ന, ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെക്സ്ട്രോഫോം, ഇതാണ് അതിൻ്റെ ലീവോഫോം. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരുമ്പോൾ ഇതുപോലൊരു മോളിക്യൂൾ തരും, എന്നിട്ട് ഒരു ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്ന ആളാണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വരയ്ക്കുന്ന ഫോമിന് ഡെക്സ്ട്രോ എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ട് ഫസ്റ്റ് അതിൻ്റെ ഫോം വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മിറർ ഇമേജ് നിങ്ങളൊന്ന് വരച്ചു നോക്കുക. വരച്ചു നോക്കുമ്പോൾ ആ മിറർ ഇമേജ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അയാൾക്ക് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഞാനൊരു പടം വരച്ചപ്പോൾ ചരിഞ്ഞു പറക്കണ തുമ്പിയും നേരെ പറക്കണ തുമ്പിയും വരച്ച് ഓർക്കണ്ട. തൊട്ട് മുമ്പ് വരച്ചപ്പോൾ അതിനകത്ത് ചരിഞ്ഞ് പറക്കണ തുമ്പി നിങ്ങൾ മിറർ ഇമേജ് വരച്ചു നോക്കുക, നേരെ പറക്കണ തുമ്പിയുടെ മിറർ ഇമേജ് വരച്ചു നോക്കുക. ആർക്കാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. പഠിക്കുന്ന സമയത്ത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളണം. ഓക്കെ, ഇപ്പൊ ഈ വരച്ചേക്കുന്ന ഡയഗ്രത്തിന്റെ സിസ് ട്രാൻസ് അല്ല വരയ്ക്കാൻ വരാം. ഇത് ഒപ്റ്റിക്കൽ ഐസോമറിസത്തിനെ ബേസ് ചെയ്തിട്ടല്ലേ. അപ്പൊ സിസ് ട്രാൻസിലുള്ള ടോപ്പിക്ക് ചിലപ്പോൾ തരും. ഞാൻ ചരിഞ്ഞ് പറക്കണ തുമ്പിയും നേരെ പറക്കണ തുമ്പിയും സിസ് ട്രാൻസിൽ നമ്മൾ വരച്ചതാ. അപ്പൊ അതിന്റെ സിസ് ഐസോമറിനെ തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇയാൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡയഗ്രാം വരച്ചിട്ട് അയാളുടെ മിറർ ഇമേജ് വരച്ചു നോക്കണം. മിറർ ഇമേജ് നമ്മൾ ഈ പറഞ്ഞ പോലെ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ വേണം അത് ഐഡന്റിഫൈ ചെയ്ത് എത്തിക്കാനായിട്ട്. ഓക്കെ, അല്ലാതെ ഇങ്ങനെ തന്നെ പടത്തിന്റെ സിസും ട്രാൻസും വരയ്ക്കാൻ പറയില്ല. നമ്മളോട് ഓൾറെഡി പറയും ഈ ജോഡിയുടെ സിസ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സിസ് ഫോം നിങ്ങളോട് വരയ്ക്കാൻ പറയും. എന്നിട്ട് അതിനെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കോ എന്ന് ചോദിക്കുകയാണ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒപ്റ്റിക്കൽ ഐസോമറിസമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരയ്ക്കാനുള്ള സാധനം. വൺസ് ഒപ്റ്റിക്കൽ ഐസോമറിസം കംപ്ലീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ തിയറീസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ വെർണേഴ്സ് കോർഡിനേഷൻ തിയറി ഉണ്ട്. അതിനകത്ത് കുറച്ചധികം പോയിന്റുകൾ മെറ്റീരിയൽ ഉണ്ട്, 7 പോയിന്റുകളുണ്ട്. അതിനകത്ത് ഇഷ്ടമുള്ള നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും 4 പോയിന്റുകൾ നിങ്ങൾ പഠിച്ച് തീർക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. എല്ലാവരും ഒന്ന് ചാടി എണീറ്റ്, വേഗം എണീറ്റ്. ഓക്കെ, അപ്പൊ ഒന്ന് ചെറുതായിട്ട് വാമപ്പ് ചെയ്തിട്ട് പഠിക്കാനിരിക്കുക. കാരണം ഞാൻ മാത്രം ഇവിടെ കിടന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ തൂങ്ങി മറിഞ്ഞേക്കിരിക്കണം. നന്നായിട്ടൊന്ന് ഉഷാറായിട്ടിരുന്നാൽ ഈ സാധനങ്ങൾ പഠിച്ചു തീർക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം എക്സ്പ്ലനേഷൻ ഇപ്പൊ ഏതാണ്ട് ഒരു അരമണിക്കൂറിനടുത്ത് എടുത്ത് പഠിക്കാനും ഏതാണ്ട് അത്രയും സമയം എടുക്കും. വരച്ച് പഠിക്കേണ്ടതാണ് നന്നായിട്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ ഒന്ന് ചെറിയ വാമപ്പ് ചെയ്ത് പഠിക്കുക. എല്ലാവരും ഒന്ന് മറ്റേ ഈ സാധനം ജമ്പിങ് ജാക്സ് ചെയ്ത് ഒരു 10 റൗണ്ട് വേഗം ചെയ്ത് ചാടിയിട്ട്. മനുവേ എണീക്കടാ, ഒന്ന് ഉഷാറായിട്ടിരിക്കടാ കൂട്ടാ. 7:30 കഴിഞ്ഞിട്ട് നീ ഉറങ്ങിക്കോ. ഒന്ന് ചാടി, ഒന്ന് ജമ്പിങ് ജാക്സ് ചെയ്തേ. ടക്ക് ഒരു 10 റൗണ്ട് ചെയ്തേ. ഞാനിവിടെ കസേരയും ഇരിക്കണമെങ്കിൽ ചാടാനുള്ള സ്ഥലമില്ല ഇവിടെ, അതുകൊണ്ടാണ് 10 റൗണ്ട് ജമ്പിങ് ജാക്സ് ചെയ്യാം. ഓക്കെ, ഇനി ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്തേ. കൈ ഇങ്ങനെ മുകളിലോട്ടാക്കിയിട്ട് വിരൽ കുത്തിയിട്ട് നിൽക്കാം. വിരൽ കുത്തിയിട്ട്, കാല് മൊത്തം കുത്തിയിട്ടല്ലേ, വിരൽ കുത്തിയിട്ട് ഇങ്ങനെ ഒന്ന് പൊന്താം. മെഹർ പഠിക്കണേണ്, കുഴപ്പമില്ല. ഓക്കെ, കൈയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാ. കുഴപ്പമില്ല. ഓക്കെ, തിരിച്ച് സീറ്റിലേക്ക് വരാം. ഉഷാർ, കാണിച്ചു. നമ്മുടെ CBSEന്റെ 2025-26 അക്കാഡമിക് ഇയറിന്റെ ക്ലാസ്സുകൾ മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ ഡെമോ ക്ലാസ് ഉണ്ട്. ഈ സാർ ആരാണെന്ന് അറിയോ? നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട് ഈ സാറിനെ? തിരിയുമാ? ഇല്ലയാ? 10ാം ക്ലാസ്സിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അറിയാം. ഇതാണ് നമ്മുടെ സഞ്ജയ് സാർ. സഞ്ജയ് സാറിന്റെ ഡെമോ ക്ലാസ് ഉണ്ട് 15-ാം തീയതി. ഇന്നാണ് വൈകുന്നേരം 7 മണിക്കാണ് ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും അനുജന്മാരോ അനുജത്തിമാരോ അല്ലെങ്കിൽ 10ൽ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ, 10ലോട്ടാവുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കാൻ പറയാം. ഡെമോ ക്ലാസ് കൊണ്ട് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അഡ്മിഷൻ പ്രൊസീജിയറിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് വൈകുന്നേരം ക്ലാസ്സുകളുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ റിലേറ്റീവ് സൈക്കിളിലേക്കൊക്കെ ഇതൊന്ന് മെസ്സേജ് ഫോർവേഡ് ചെയ്തേക്കാം. ഓക്കെ, യെസ്, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ടീച്ചർമാർ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ടീച്ചർമാർ ചോദ്യം ചോദിക്കും. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ പഠിക്കേണ്ട സിസ് ട്രാൻസിൻ്റെ ഡെഫിനീഷൻ വേണം. സിസ് ട്രാൻസിൻ്റെ
സ്ക്വയർ പ്ലാനാർ ഒക്ടാഹീഡ്രൽ സ്ട്രക്ചേഴ്സ് കൃത്യമായിട്ട് വരയ്ക്കണം. ഫാക്ക് മിറർ കൃത്യമായിട്ട് ഡെഫിനേഷൻ പഠിക്കുക, അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. ഒപ്റ്റിക്കൽ ഐസോമറിസം ഡെഫിനേഷൻ പഠിക്കുക, ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. അത് കഴിഞ്ഞാൽ വെർണേഴ്സ് കോർഡിനേഷൻ തിയറിയിലെ 4 പോയിന്റുകൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഉഷാറായിട്ട് ചെയ്യണം കേട്ടോ. വേഗം ചെയ്യുക. അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വാലൻസ് ബോണ്ട് തിയറിയിലോട്ട് കിടക്കാം. അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കുക. വരച്ച് തന്നെ നോക്കണം കേട്ടോ. വരച്ച് നോക്കുന്നതിന് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. വരച്ച് തന്നെ അത് ശരിയാവുള്ളൂ. സ്ക്വയർ പ്ലാനർ ഒക്ടാഹൈഡ്രലും എളുപ്പത്തിൽ വരയ്ക്കാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഐഡിയയിൽ വരച്ച് നോക്കാം കേട്ടോ. ഉഷാറായിട്ട് ചെയ്യാം. വേഗം ചെയ്ത് നോക്കിക്കോ. ചാപ്റ്ററിൽ നോമൻക്ലേച്ചർ ഐസോമെറിസം പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ തിയറീസ് പഠിച്ച് തുടങ്ങി. അതിനകത്ത് ഫസ്റ്റ് തിയറിയാണ് ഇപ്പോൾ നിങ്ങൾ ഏതാണ്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തത്, വെർണേഴ്സ് കോർഡിനേഷൻ തിയറി. അത് ചിലപ്പോൾ ഒരു മാർക്കിന് അതിൻ്റെ ഏതെങ്കിലും 2 പോസ്റ്റിലേറ്റ് ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറ്. കുഴപ്പമില്ല. നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ മെറ്റീരിയലിലുണ്ട്. നോമൻക്ലേച്ചറും അതുപോലെ ഐസോമെറിസായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. അത് പഠിച്ച ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അഷ്യൂർ ചെയ്യണം, അത് മര്യാദക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഒരു 4 മാർക്ക് നേരെ കിട്ടും. സിമ്പിളായിട്ട് നമുക്ക് കിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന്. വേറെ ഒന്നുമില്ല, ഈ ഒരു ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അത് നന്നായിട്ട് പഠിച്ചിട്ട് കയറണം. അപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യേണ്ടത്, വൈകുന്നേരം വരില്ലേ നിങ്ങൾ ക്ലാസ്സിൽ? അപ്പോൾ വാലൻസ് ബോണ്ട് തിയറിയും ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും വൈകുന്നേരം നമ്മൾ പഠിക്കുക. കുറച്ച് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ളതാണ്, ചെയ്യാനുണ്ട്. നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാവാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ സമയം ഇത്തിരി എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ വിട്ടുപോകരുത്. കാരണം ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ സ്ഥിരം ചോദിക്കുന്നതിനോടൊപ്പം ചില ടോപ്പിക്കുകൾ ഇടയിൽ നിന്ന് അവരെടുത്തിടാറുണ്ട്. അപ്പോൾ ചെയ്യേണ്ട കാര്യം, ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ യൂസസ് ഉണ്ട്. മെറ്റീരിയലൊന്നും എടുത്ത് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് യൂസസ് ഉണ്ട്. 6 or 7 യൂസസ് കിടപ്പുണ്ടാവും. കണ്ടോ? കാർബണിൽ കോമ്പൗണ്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് യൂസസ് കിടക്കുന്നുണ്ടോ? കോർഡിനേഷൻ കോമ്പൗണ്ടിൻ്റെ ആപ്ലിക്കേഷൻസ് എത്ര ആപ്ലിക്കേഷൻസ്? 8 ഉണ്ടോ? ഓക്കെ, ആ 8 ആപ്ലിക്കേഷൻസും വായിക്കണം. ഒരു റൗണ്ട് നന്നായിട്ട് വായിക്കണം. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള 3 ആപ്ലിക്കേഷൻ പഠിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള 3 ആപ്ലിക്കേഷൻ എല്ലാം വായിക്കണം കേട്ടോ. ഒരു റൗണ്ട് വായിക്കണം. നിങ്ങൾക്ക് എളുപ്പമുള്ള 3 പഠിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ വൈകുന്നേരത്തേക്ക് അത് പഠിച്ചിട്ട് വരണം. അതിൻ്റെ ഒരു ചോദ്യം ചോദിക്കൽ നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് അറേഞ്ച് ചെയ്യാം. പക്ഷേ വൈകുന്നേരം ബാക്കി അതിനേക്കാൾ പ്രയോറിറ്റി ടോപ്പിക് ഉണ്ട്. വൈകുന്നേരത്തെ ടോപ്പിക്ക് ഷുവർ 3 മാർക്കിൻ്റെ സാധനമാണ്. ഓക്കെ, ഒന്നുകിൽ വാലൻസ് ബോണ്ട് തിയറി, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ചോദ്യം വരും. ഷുവറാണ്, മാൻഡേറ്ററി ടോപ്പിക്കാ, പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ ആ സംഭവങ്ങളും കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകുന്നേരം അത് അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കാം. കൃത്യസമയത്ത് എല്ലാവരും വന്നോളണം. ഇന്ന് വേറെ സ്കൂളിൽ ക്ലാസ് ഒരു പരിപാടിയില്ല. 6 മണിക്ക് ഷാർപ്പായിട്ട് എല്ലാവരും എത്തിക്കൊള്ളണം. നമ്മൾ 6 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും. 6 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, നമ്മുടെ മോർണിംഗ് സെഷൻ ഞാൻ ഇനി കൂടുതൽ വലിപ്പിക്കാനുള്ള ഞാൻ ഉദ്ദേശിച്ച ഭാഗം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസം. സ്കൂളിൽ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് ടൈം ടേബിൾ വൈസ് പഠിച്ചു തുടങ്ങിക്കോ. ഇന്നിപ്പോൾ ലാംഗ്വേജസ് പഠിക്കാനായിട്ട് ഡേ ടൈം കിട്ടുവാണെങ്കിൽ സമയം കണ്ടെത്തുക, അതൊന്ന് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക. നാളെ ഡേ ടൈമിൽ അത് ഉപയോഗിക്കുക. കെമിസ്ട്രി നമ്മുടെ റിവിഷൻ കയറുമ്പോൾ പഠിച്ച് നീക്കുന്ന രീതിയിൽ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് ചെയ്തു പോകാം. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ. ബൈ.